വടകര സെന്റ് ആന്റണീസ് ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന പ്രവേശനോത്സവം വാർഡ് കൗൺസിലർ ബിജുൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. വർണ്ണശബളമായ വിവിധ പരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടത്തിയത്. രാവിലെ സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി വാർഡ് കൗൺസിലർ ബിജുൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ പുത്തനുടുപ്പും പുത്തൻ ബാഗും പുതിയ പുസ്തകങ്ങളും ഒക്കെയായി വലിയൊരു സന്തോഷത്തിന്റെ ഭാഗമായ ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമ്മുടെ സ്കൂളിലേക്ക് അക്ഷരമുറ്റത്തേക്ക് കടന്നു വരുന്ന 1ാം ക്ലാസ്സിലേക്ക് പ്രവേശിപ്പിച്ച പുതിയ കുട്ടികളുണ്ടാവാം, പുതിയ ക്ലാസ്സിലേക്ക് ഉന്നത വിജയം നേടി കയറ്റം കിട്ടിയിരിക്കുന്ന വിദ്യാർത്ഥികളുണ്ടാവാം. അവരെയൊക്കെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു വലിയ പ്രതീക്ഷയുടെ ഭാഗമായി ഈ ഒരു അക്ഷരമുറ്റത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പഠനത്തോടൊപ്പം തന്നെ കായികമായും മത്സര പരീക്ഷകളും ഒക്കെ തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാലയമായ സെന്റ് ആന്റണീസിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി നിങ്ങൾ ഓരോരുത്തരും ഇവിടെ ഉണ്ടാവണം. അതിന്റെ പ്രവർത്തനം നിങ്ങൾ ഉണ്ടാവണം. ഈ സ്കൂളിന് മിന്നുന്ന വിജയങ്ങൾ നൽകാനുള്ള വരുന്ന മക്കളാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളെ ഉന്നത വിജയം കൈവരിച്ചുകൊണ്ട് ഉന്നതങ്ങളിലേക്ക് ഉയർത്തിയിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളൊപ്പം തന്നെ അവരൊക്കെ തന്നെ വലിയ രീതിയിലേക്ക് നടത്തിക്കൊണ്ടുപോയ ഒരു വലിയ ചരിത്രമുറങ്ങുന്ന ഒരു വിദ്യാലയമാണ് ഈ വിദ്യാലയം. ചടങ്ങിൽ പ്രശസ്ത പിന്നണി ഗായകൻ വി ടി മുരളി മുഖ്യാതിഥിയായിരുന്നു. കുട്ടികളൊക്കെ ഇപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നുണ്ട്. അവർ കൂടുതൽ ഈ സമൂഹത്തിൽ ശ്രദ്ധാലുക്കളായി ജീവിക്കേണ്ടവരുമാണ്. ഒരു പഠന കാര്യങ്ങളിൽ മാത്രമല്ല, അല്ലാത്ത വിഷയങ്ങളിൽ നിങ്ങൾ കൂടുതൽ സമൂഹത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ആളുകളാണ് നിങ്ങൾ ഓരോരുത്തരും എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാനതൊന്നും വേറൊന്നും പറയുന്നതല്ല. പണ്ട് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും, മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി കേട്ടില്ലേ കഥ? ആ കഥ കേട്ടിട്ടുണ്ടോ അല്ലേ? എങ്ങനെയാ കഥ? മണ്ണാങ്കട്ടയും കരിയിലെയും കൂടി അങ്ങനെ ഒരു പാട്ടുണ്ട്. ഞാൻ ആ പാട്ട് പാടിയിട്ടുണ്ട്. KPSCയുടെ നാടകഗാനമായിട്ട് പാടിയിട്ടുണ്ട്. K. രാഘവ മാസ്റ്റർ സംഗീതം, വയലാർ രാമവർമ്മ എഴുതിയ പാട്ട്. മണ്ണാങ്കട്ടയും കരിയിലയും കൂടി മലക്ക് പോയി അച്ഛനും അമ്മയും കാണാതെ ആരോടും മിണ്ടാതെ. ഈ മണ്ണാങ്കട്ടയും കരിയിലേയും കൂടി മലക്ക് പോയത് അച്ഛനോടും അമ്മയോടും പറയാതെയാണ്. അപ്പോൾ പിന്നീട് എന്ത് പറ്റി? മഴ വന്നപ്പോൾ ഈ മണ്ണാങ്കട്ട അലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കരിയില കുട പിടിച്ചു കൊടുത്തു അല്ലേ? കുടയായിരുന്നു. തിരിച്ചോ കാറ്റ് വന്നപ്പോൾ മണ്ണാങ്കട്ട അതിൻ്റെ മേലെ ഇരുന്ന് അതിനെ രക്ഷിച്ചു. രണ്ടും കൂടി ഒരുമിച്ച് വന്നപ്പോഴോ മണ്ണാങ്കട്ട അലിഞ്ഞു പോയി, മറ്റേത് കാറ്റത്ത് പറന്നും പോയി. അപ്പം എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചെന്ന് വയലാർ രാമവർമ്മ പറയുന്നത് വെച്ചാൽ അച്ഛനും അമ്മയും ഇത് ചോദിക്കാതെയാണ് പോയത്. അതാണ് അച്ഛനും അമ്മയും കാണാതെ ആരോടും. സ്കൂൾ PTA പ്രസിഡന്റ് വിനോദൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ധനീഷ്, ശ്രീജ, രാധാകൃഷ്ണൻ, സ്കൂൾ സിസ്റ്റർ റോസ്റ്റ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിന് PK വിൽസി സ്വാഗതവും തന്മയ V ശ്രീജേഷ് നന്ദിയും അർപ്പിച്ചു.